നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. രോഹിണി നക്ഷത്രം. കലാകായിക രംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അത്ഭുതപൂർവമായ പുരോഗതിയും നേട്ടങ്ങളും നേടുവാനുള്ള അവസരങ്ങളാണ് ഈ വർഷം വരുന്നത്. കലാകായിക രംഗങ്ങളിൽ അതിനു വേണ്ടുന്ന പരിശീലനങ്ങൾക്കായുള്ള അവസരങ്ങളും കൈവരുന്നതായി കാണുന്നു. പുതിയ ജോലിക്കായുള്ള സാധ്യതയോ ജോലിക്കയറ്റം, ജോലി മാറ്റം എന്നിവയ്ക്കോ സാധ്യത കാണുന്നുണ്ട്. വളരെ ഗഹനമായ വിഷയങ്ങൾ വളരെയധികം ലളിതമായും എന്നാൽ മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും ലഭിക്കത്തക്ക വിധത്തിൽ കൈകാര്യം ചെയ്യുവാനും പൂർത്തീകരിക്കുവാനും തങ്ങൾക്ക് കഴിയുന്നു. ഗൃഹം വിൽപ്പന ചെയ്ത് പുതിയ ഭൂമി വാങ്ങി അതിൽ ഗൃഹനിർമ്മാണം നടത്തണമെന്നാണ് തെളിയുന്നത്. ജാതി, മത, ദേശ വ്യത്യാസമെന്ന് വിവേചിക്കാതെ എല്ലാ ധർമ്മപ്രവൃത്തി, പുണ്യപ്രവൃത്തികളിലും സഹകരിക്കുവാനുള്ള സാഹചര്യങ്ങളും അതിലൂടെ തങ്ങളുടെ നക്ഷത്ര ഗുണഫലങ്ങൾ യഥാവണ്ണം അനുഭവിക്കാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിനോ ഗുരുതുല്യനായ ഒരാളുടെയോ സഹായവും ഉപദേശവും തേടാനുള്ള സാധ്യതയും കാണുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈവരുന്ന നേട്ടങ്ങളിലൂടെ പൊതുസമ്മതി നേടുന്നതാണ്. അതിലൂടെ കക്ഷി രാഷ്ട്രീയത്തിലൂടെയുള്ള അനുഭവ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അനുഭവയോഗം കാണുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിലൂടെയോ ഉന്നത ബന്ധങ്ങളിലൂടെയോ തങ്ങളുടെ കുടുംബത്തിന് സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയും തിരിച്ചറിവും കാണുന്നുമുണ്ട്. ശ്രദ്ധയോടെയുള്ള തങ്ങളുടെ ജീവിത സമീപനം പിന്നീട് ഉണ്ടായേക്കാവുന്ന അനിഷ്ടങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതായും കാണുന്നു. അപ്രതീക്ഷിത ധനാഗമനം, മക്കളെക്കുറിച്ച് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ തുടങ്ങിയവ വന്നു ചേരും. ആഗ്രഹിച്ച യാത്രകൾ സഫലീകരിക്കാൻ സാധിക്കുന്നു. ഈശ്വര പ്രാർത്ഥന, മറ്റ് സൽപ്രവൃത്തികൾ ചെയ്യുവാനും സംഘടിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾക്കും സാധ്യത കാണുന്നു. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും മക്കളുടെയും സഹോദരങ്ങളുടെയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായും മറ്റും തൻ്റെ സുഹൃത്തുക്കളോട് കടപ്പാടുണ്ടാവുന്നതായി കാണുന്നു. ഇനി
പണം കടമെടുക്കേണ്ട സാഹചര്യം വന്നാൽ പോലും കാര്യങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ട് കാണുന്നില്ല. അതായത് സാമ്പത്തിക നില പൊതുവെ മെച്ചപ്പെട്ടതാണ് എന്ന അർത്ഥം. ഇനി ദീർഘകാല രോഗങ്ങൾ അനുഭവിക്കുന്നവർക്കാകട്ടെ ശരിയായ ചികിത്സാ രീതിയിലൂടെ രോഗാവസ്ഥ മെച്ചപ്പെടുകയും പരിപൂർണമായിട്ടുള്ള ശമനവും കാണുന്നു. ആരോഗ്യനില പൊതുവെ മെച്ചപ്പെടുമെങ്കിലും പാദരോഗങ്ങൾ, നീർക്കെട്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ എന്നിവ പിടിപെടാനുള്ള സാധ്യത കാണുന്നതിനാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, സാധ്യതയെ കാണുന്നുള്ളൂ. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്, അനിവാര്യമാണ്. ഇനി കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിലൂടെ കാർഷിക മേഖലയിലോ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലോ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് നഷ്ടസാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല കായികം, സാഹസിക രംഗം തുടങ്ങി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അതീവ കരുതൽ ആവശ്യമാണ്. അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു. ഹോട്ടൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരോ ജോലിക്കാരോ അനാരോഗ്യപരമായി ചെയ്യുന്ന പ്രവൃത്തികൾ മുഖേന തങ്ങളുടെ പ്രവർത്തന മേഖല ദോഷകരമാവാനും നിയമ നടപടികൾ അഭിമുഖീകരിക്കപ്പെടുവാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പൊതുവെ അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും പുതിയ തൊഴിൽ നേടുന്നവർക്കും കാര്യസാധ്യം ഫലം മറ്റുള്ളവരുടെ സഹായം മൂലം കർമ്മരംഗം മെച്ചപ്പെടുത്താനും അതുവഴി ജീവിത രീതിയിൽ മാറ്റം വരുത്താനും സാധിക്കുന്നതാണ്. ഇനി കലാസാഹിത്യ അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തന മേഖലയിൽ അംഗീകാരങ്ങൾ ലഭിക്കുകയും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായും കാണുന്നുണ്ട്. ഇനി പ്രവാസികൾക്കും വിദേശത്ത് ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ ജോലി, ഉപരിപഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം. ഇനി പ്രവാസികൾക്ക് അവരുടെ കുടുംബത്തെ കൂടെ നിർത്തുവാനും പുതിയ ജീവിത സാഹചര്യങ്ങളിൽ സഹകരിച്ചു മുന്നേറാനുമുള്ള അവസരങ്ങൾ വരുന്നതായാണ് കാണുന്നത്. വസ്ത്രം, ആഭരണം, സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ, കയറ്റുമതി, ഇറക്കുമതി വ്യവസായം, വിനോദസഞ്ചാരം, വാഹനങ്ങൾ തുടങ്ങിയ മേഖലകളുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും മാത്രമല്ല ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും കൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ വർഷം മുഴുവൻ പൊതുവെ ദൈവാനുകൂല്യം ഉള്ളതായാണ് ഈ നക്ഷത്രക്കാർക്ക് മനസ്സിലാവുന്നത്. എന്നിരുന്നാലും ഒഴിവുപോലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതോ ഗുരുസ്ഥാനീയരുമായുള്ള സത്സംഗങ്ങൾക്ക് ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവ്വ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.